ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് ഞാനായിട്ട് ഇന്ന് രാവിലെ തന്നെ പോയി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിലേക്കുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അടുക്കളത്തോട്ടത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് വരാം. ഓക്കെ, കം. ഇതാണ് കേട്ടോ എൻ്റെ കൊച്ചു അടുക്കളത്തോട്ടം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ അടുക്കളയുടെ സൈഡിൽ തന്നെ ഒരു കുറച്ചധികം പറമ്പുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ഒത്തിരി വെജിറ്റബിൾസ് ഇവിടെ നട്ടിട്ടുണ്ട്. ഒന്നാമത്തേതായിട്ട് നമ്മൾ അച്ചിങ്ങ, അല്ലെന്നുണ്ടെങ്കിൽ ചിലർ പയറെന്ന് പറയും. പയർ, അച്ചിങ്ങ നല്ല രീതിക്ക് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഞങ്ങൾ വിളവെടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ എല്ലാത്തിനും വിളവെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തക്കാളിയാണ്. ഇതാ നമ്മുടെ പാവക്ക കിടക്കുന്നുണ്ട്. പാവക്ക നമ്മൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പടർന്ന് കയറുന്ന ഒരു വെജിറ്റബിൾ ആണ്. അപ്പോൾ പാവക്ക നമ്മൾ ഇതുപോലെ ഒരു നൂലിൽ കെട്ടി മുകളിൽ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാവക്ക നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഉണ്ടായി വന്നോളും. അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ പടർന്ന് കിടക്കും. ഇത് കണ്ടോ, ഇതെല്ലാം പാവക്കയുടെ തൈകളാണ് കേട്ടോ. ഈ പാവക്കയുടെ തൈകൾ കാണാൻ നല്ല രസമാണ്. എനിക്കിങ്ങനെ സെറ്റ് ചെയ്ത് ഇട്ടേക്കണം കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇത് നമുക്ക് പാവക്ക നമ്മൾ ഇതുവരെ വിളവെടുത്തില്ല, ഇത് നമ്മൾ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ഒരു കുഞ്ഞൻ പീച്ചിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. പീച്ചിങ്ങ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം, ഇതിപ്പോൾ ഒരു 4-5 പ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ പീച്ചിങ്ങ. ഇത് കണ്ടോ, നിങ്ങൾ ഇപ്പോൾ കാണുന്നത് തക്കാളി ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇപ്പം ചുവന്ന ചീര നട്ടിട്ടുണ്ടേ. ചീര ഞങ്ങളിപ്പോൾ ഒരു 3 പ്രാവശ്യം വിളവെടുത്തതാണ്. ചീര ഇത്രയൊന്നും അല്ലായിരുന്നു, ഒത്തിരി ചീര ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിക്ക് വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചീരയായിരുന്നു. ചീരയും അച്ചിങ്ങയായിരുന്നു. തക്കാളിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തക്കാളി നമുക്ക് ഇതുവരെ നമ്മൾ വിളവെടുത്തിട്ടില്ല. അച്ചിങ്ങയും ചീരയും പിന്നെ പീച്ചിങ്ങ നമ്മൾ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ഓൾറെഡി വിളവെടുത്ത് കഴിഞ്ഞതാണ്. വിളവെടുക്കണേ മുന്നേ എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം കിട്ടിയില്ല, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പടർത്തിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അച്ചിങ്ങയുടെ തൈ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ പച്ചമുളകാണേ. പച്ചമുളക് നല്ല രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പച്ചമുളക് അത്യാവശ്യം നീളം പച്ചമുളകാണ്. അച്ചിങ്ങ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അവിടെ ഒരു പീച്ചിങ്ങ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ. പീച്ചിങ്ങ നമുക്ക് ഇതിനേക്കാളും വളർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം വീണ്ടും വിളവെടുത്തതിന് ശേഷമായതുകൊണ്ടാണ് ഇത്രയും ചെറുത് കാണുന്നത്. അച്ചിങ്ങ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വിളവ് കിട്ടുന്നൊരു വെജിറ്റബിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാവും നമുക്ക് അച്ചിങ്ങ. അച്ചിങ്ങയ്ക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പയർ നമ്മൾ ഒരു നല്ല രീതിക്കുള്ള വിത്ത്, കുറച്ച് മൂത്തിട്ടുള്ള വിത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പടർന്ന് പിടിച്ചോളും. നമ്മൾ നട്ട് കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ല രീതിക്ക് പടർന്ന് പിടിക്കും. പീച്ചിങ്ങ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിളാണ്. പീച്ചിങ്ങ വളരെ ഗുണമുള്ള ഒരു വെജാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്. പിന്നെ ഇതാ തക്കാളി ആണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരി പോലും വിഷമില്ലാണ്ട് നമുക്ക് നല്ല രീതിക്ക് കഴിക്കാൻ പറ്റും. അവക്കാഡോ ആണ്. അവക്കാഡോ എൻ്റെ വീട്ടിൽ ഇപ്പോൾ 2 തൈയുണ്ട്. 2 തൈയിൽ ഒരെണ്ണം ഈ അടുത്ത് ഒരു വണ്ടി, പുറത്തുനിന്നൊരു വണ്ടി വന്നത് കയറി പോയിട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ ഇപ്പോൾ. ചീര എൻ്റെ ഫേവററ്റ് സാധനമാണ്. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം വിളവെടുത്തതായിരുന്നു കേട്ടോ ഈ ചീര. എനിക്ക് ചുവപ്പ് ചീര ഭയങ്കര ഇഷ്ടമാണ്. ഈ ചീരയുടെ ഇടക്കൊക്കെ കുറേ പുല്ലൊക്കെയാണ് വളർന്ന് നിൽക്കുന്നത്. ഞാൻ നിങ്ങളോട് 2-3 പ്രാവശ്യം ഓൾറെഡി പറഞ്ഞ പോലെ വിളവെടുത്തതിന് ശേഷമായിട്ടാണ് പുല്ലൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾ പുല്ലെല്ലാം ഓൾറെഡി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം വിളവെടുത്തതിന് ശേഷം വീണ്ടും വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ചീരയാണേലും ബാക്കി ചില വെജിറ്റബിൾസ് നമുക്ക് വീണ്ടും തനിയെ കിളുത്ത് വരുന്നുണ്ട് കേട്ടോ.
നമുക്ക് ചീര എനിക്ക് ഇതിനേക്കാളും കൂടുതൽ എൻ്റെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതാണ്. നമ്മൾ ചീര മാത്രമായിട്ട് തന്നെ ഒരു പ്ലേസിൽ, ചീര ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ അടുത്തടുത്ത് നടരുതെന്നാണ്. ഇത് പക്ഷേ നമുക്ക് ആ ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് വെള്ളം കയറാത്തൊരു സ്ഥലമായിട്ട് തന്നെ നമ്മൾ പരിമിതിയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ചീര ഇങ്ങനെ നട്ട് വെച്ചതാണ്, എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നട്ട് വെച്ചതേ ഉള്ളൂ. അല്ലാണ്ട് ചീര മാത്രമായിട്ട് കൃഷി ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് അരി ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഉണ്ടായി വന്നതാണ് കേട്ടോ ചീര. ഇതാണ് നമ്മുടെ പീച്ചിങ്ങ ജസ്റ്റ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓൾറെഡി വിളവെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അച്ചിങ്ങ ആണെങ്കിൽ തന്നെ ഇതുണ്ടോ നല്ല നീണ്ട അച്ചിങ്ങ ഉണ്ടായിരിക്കണേ. നമുക്ക് ഈ ഒരു എന്താ പറയുക, പ്യുവർ ഫോമിലുള്ള ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് ഈ പ്യുവറായിട്ടുള്ള വെജീസാണ്. നല്ല രീതിക്ക് വെജിറ്റബിൾസ് നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമ്മളിങ്ങനെ കൃഷി ചെയ്യണം. അതാകുമ്പോൾ നമുക്ക് അധികം റേറ്റ് കൊടുത്ത് വാങ്ങുകയും വേണ്ട, അറ്റ് ദ സെയിം ടൈം നമുക്ക് ശരീരത്തിന് നല്ല രീതിക്കുള്ള ഗുണങ്ങളും കിട്ടും. അല്ലാതെ നമ്മൾ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ചാണെങ്കിൽ തന്നെ ഇടുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഓരോരോ അസുഖങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെറിയ തോതിൽ ഇതുപോലെയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ചെറിയൊരു പ്ലേസിൽ അല്ലെങ്കിൽ ഇച്ചിരി സ്ഥലമുള്ളതുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇതുപോലെ ചെറിയ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി, നമുക്ക് പിന്നെന്താ നമുക്ക് ഈ പച്ചമുളക്, കാന്താരിയൊക്കെ നല്ല രീതിക്ക് നട്ട് വെക്കാൻ പറ്റും. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനങ്ങളാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പണ്ട് നല്ല രീതിക്ക് കൃഷി ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം സ്ഥലമുണ്ട്, വീടിന് ചുറ്റിപ്പറ്റി നല്ല രീതിക്ക് സ്ഥലമുണ്ട്. അതും നമുക്ക് പൊക്ക സ്ഥലവും താഴ്ന്ന സ്ഥലമുണ്ട്. ഇപ്പം ഞാൻ ഈ അടുക്കളത്തോടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു കുറച്ച് പൊക്കമുള്ള സ്ഥലമാണ്, അധികം വെള്ളം കയറാത്ത രീതിക്ക് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒരു 5-6 വർഷം മുന്നേ ഞങ്ങൾ വീട്ടിൽ താഴ്ന്ന സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുമായിരുന്നു. അതിൽ നമുക്ക് ഈ ഒരു പച്ചക്കറികളെല്ലാം, ഇത് മാത്രമല്ല നമ്മൾ ഒത്തിരി പച്ചക്കറികൾ കൃഷി ചെയ്യുമായിരുന്നു. നമ്മുടെ വെണ്ട, തക്കാളി, പിന്നെന്താ നിത്യവഴുതന, നോർമൽ വഴുതന, പീച്ചിങ്ങ, അച്ചിങ്ങ, പിന്നെ നമുക്ക് ഒത്തിരി ചീരകൾ സെപ്പറേറ്റ് നമ്മൾ വേറെ സ്ഥലത്തായിട്ട് നമ്മൾ അതിന് മാത്രമായിട്ട് നമ്മൾ നട്ട് നല്ല രീതിക്ക് വിളവെടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആഴ്ച നല്ല രീതിക്ക് വിളവ് കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഈ പച്ചക്കറി തന്നെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്തൊക്കെ ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ഇലവർഗ്ഗങ്ങളാണെങ്കിലും ചീര, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് അത്രയും നമുക്ക് ക്യാഷ് ആണെങ്കിൽ പോലും നമുക്ക് ഓവറായിട്ട് വിഷം വാങ്ങിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ റോസാപ്പൂ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്ന കേട്ടോ. ഇത് അലോവേര ആണ്, നമ്മൾ ഫേസിലിടാനാണെങ്കിലും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് എടുക്കും കേട്ടോ. ഇത് പേരക്കയാണ് കേട്ടോ. പേരക്ക ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നതാണ്. പേരക്കയുടെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് പേരക്ക നമ്മൾ ഈ ഒരു കൃഷി ചെയ്യണ മുന്നേ അവിടെ നിന്നിരുന്നത്. അപ്പോൾ നമ്മളത് കളഞ്ഞില്ല, കാരണം ഒത്തിരി ഗുണങ്ങളുള്ളൊരു സാധനമാണ് ഈ പേരക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ബാക്കി ഉള്ള സ്ഥലത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ചീര ശരിക്കും ഇങ്ങനെയൊന്നും അല്ല നടേണ്ടത്. ശരി, നമ്മൾ സെപ്പറേറ്റ് തടമെടുത്ത് നല്ല രീതിക്ക് അകത്തി നടേണ്ടത്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം കയറുന്നൊരു ടൈം ആയിട്ടുള്ളത് കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ചീര ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ടുപോയി നട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ.
ചീര കൂടാതെ നമുക്ക് വെള്ളച്ചീര നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ ചെറിയൊരു ബക്കറ്റ് പോലത്തെ ഇതിനകത്ത് നമ്മൾ ചീരയും പിന്നെ വേറെ കുറച്ച് പച്ചക്കറി, അതായത് നമ്മുടെ പച്ചമുളക് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വിത്ത്. നമ്മൾ ഇതിൽ നിന്ന് ഇനിയിപ്പം ഇത് കിളുത്ത് വരുന്ന സമയത്ത് ഈ പച്ചമുളകൊക്കെ നമ്മൾ മാറ്റി നട്ട് വെക്കും കേട്ടോ. മാറ്റി നട്ട് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് അത് വളർന്ന് ഇതുപോലെ പച്ചമുളക് നല്ല രീതിക്ക് ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതൊന്നും അല്ല, ഇതിനേക്കാളും നല്ല നീളത്തിൽ ഒത്തിരി പച്ചമുളക് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഇളം കളറാണെങ്കിലും ഇത് ഇളം കളറിൽ കിടക്കുന്നത്, അത് മൂത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഒത്തിരി പച്ചമുളക് ഞങ്ങൾ വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബോക്സ് നിറയെ ഞങ്ങൾ പച്ചമുളക് വിളവെടുത്തായിരുന്നു. വീട്ടിലത്തേക്കുള്ള എല്ലാ ആവശ്യത്തിനും നമ്മൾ പച്ചമുളക് ഇവിടെ നിന്ന് എടുക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് വേപ്പില നമുക്കുണ്ട്. വേപ്പ് എന്താണെന്നറിയില്ല, എൻ്റെ വീട്ടിൽ എത്ര വെച്ചാലും വേപ്പ് കുറേ സമയമെടുത്ത് പിടിക്കുള്ളൂ. വേപ്പ് അഥവാ പിടിച്ചാൽ തന്നെ എൻ്റെ വീട്ടിൽ മിക്കപ്പോഴും തനിയെ അത് വെള്ളം കയറി പോകലാണ്. ഇതുവരെ വീട്ടിൽ നല്ല രീതിക്ക് വേപ്പ് പിടിച്ചൊരു മരം പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഈ വേപ്പ് നട്ട് മാക്സിമം നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, വേപ്പിന് ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ നല്ല രീതിക്ക് വേപ്പ് മാത്രമേ ഉണ്ടാവുന്നില്ല, ബാക്കി എല്ലാ സാധനവും അത്യാവശ്യം നല്ല രീതിക്ക് കിളിക്കുന്നതാണ്. റോസാപ്പൂവിൻ്റെ ഭംഗി എപ്പോഴും എല്ലാവർക്കും ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് കണ്ടോ, റോസാപ്പൂ നമ്മൾ ഒത്തിരി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. റോസയും മുല്ല നിൽപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമുക്ക് സൈഡിൽ വെറുതെ നിൽക്കുന്നതാണ്. നമ്മൾ ഈ ബക്കറ്റിൽ കൃഷി ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മാറ്റിയിടാൻ വേണ്ടി. അപ്പോൾ അത് എടുത്തപ്പോൾ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അടുത്തത് നമ്മുടെ കൃഷ്ണ തുളസിയാണ്. തുളസി എപ്പോഴും നമുക്കിപ്പോൾ ആവി പിടിക്കാനാണെങ്കിലും പനിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്കാപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും കൃഷ്ണ തുളസി ഏറ്റവും അത്യാവശ്യമാണ്. തുളസി എൻ്റെ വീട്ടിൽ എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന സാധനമാണ്. എൻ്റെ വീട്ടിൽ തോരാതെ ഉണ്ടാവും കേട്ടോ. ഓവറായിട്ട് നമ്മൾ വളമോ അല്ലെന്നുണ്ടെങ്കിൽ രാസവസ്തുക്കളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട, ജൈവവളം തന്നെ നമ്മൾ നോർമലി ഇടുന്നത് തന്നെ കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ സൈഡിൽ ഇത് നമ്മളൊരു തെങ്ങിൻ്റെ അവിടെ ജസ്റ്റ് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ കൃഷ്ണ തുളസി. ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? ഇത് നമ്മുടെ മല്ലിച്ചീരയാണ്. ഇത് വളരെ നല്ലൊരു സാധനമാണ് കേട്ടോ. നമുക്ക് ഓരോരോ ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ തന്നെ ഈ മല്ലിച്ചീര അത്യാവശ്യം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് രസത്തിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് വെണ്ടയാണ് കേട്ടോ. വെണ്ട ഞങ്ങളുടെ വീട്ടിൽ പണ്ടേ ഉള്ളൊരു സാധനമാണ്. വെണ്ട ശരിക്കും എനിക്ക് കഴിച്ച് മടുത്തതാണ് കേട്ടോ. മത്തങ്ങയാണ്. മത്തങ്ങ മുകളിലേക്ക് നല്ല രീതിക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു കുളമുണ്ട്, അതിലേക്ക് നമുക്ക് പടർന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ.